എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. സമയം 4 മണി കഴിഞ്ഞിട്ടുള്ളൂ. 3:15 നമ്മൾ ഞാൻ എണീക്കും. ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് സൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗാട്ടോ, എൻ്റെ വൈഫിൻ്റെ ബാഗാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പേനയും എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് പേന. ഇത് പഞ്ചാബി സൂപ്പർവൈസറാണ്. ആൾ കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കുന്നത്. അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ആൾ എണീറ്റിട്ടില്ല. പിന്നെ ഇതാണ് എൻ്റെ ചോറ് മാത്രം. അപ്പോൾ ഞാൻ ചോറ് ആക്കട്ടെ. ഈ ചോറ് മാത്രവും ഞാൻ നാട്ടിൽ ഉപയോഗിച്ച ചോറ് മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു സാധനങ്ങളെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെ ചോറാക്കുന്നു. ചോറ് ദേ ബാഗിനകത്തേക്ക് വെക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഈ ബാഗ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വൈഫിൻ്റെ എന്ന് പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാഗും കൂടിയാണ് കേട്ടത്. അങ്ങനെ ഞാൻ അതേ റെഡിയായി. ഇതാണ് ഞങ്ങളുടെ കണ്ണാടി. ആ റെഡി ആയത്. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഔട്ട് സൈഡ്. ഇതൊരു തുണി ബിസിനസ് നടത്തുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് ആൾക്കാരുടെ തുണികളിവിടെ ഉണ്ട്. കുറേ പേരിവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ കമ്പനിയുടെ 250ഓളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ താഴെ കണ്ടില്ലേ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 4:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കണ്ടില്ലേ ജോലിക്ക് വന്ന് തയ്യാറായി ആൾക്കാരൊക്കെ. നമ്മുടെ നാട്ടിൽ നേരത്തെ ഉറങ്ങണ സമയമാണ്. അങ്ങനെ ഞാൻ സേഫ്റ്റി ഷൂ ഒക്കെ ഇട്ടിട്ടാണ് നമുക്ക് സൈറ്റിലേക്ക് പോകണമെങ്കിൽ. ഇവിടെ ഇരുന്നുകൊണ്ടാണ് എല്ലാ ദിവസവും സേഫ്റ്റി ഷൂ ഇടാറ്. ഇത് ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഞാൻ താമസിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. അങ്ങനെ ഈ CD വഴി താഴേക്ക് നമ്മൾ ഇറങ്ങുന്നു. എൻ്റെ കയ്യിൽ ഒരു തെർമസ് ഉണ്ട്. ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും ചായ ഒന്നും കുടിക്കാറില്ല. ചിലപ്പോൾ തോന്നും കുടിക്കാമെന്ന്, നേരം ഉണ്ടെങ്കിൽ കുടിക്കും. അങ്ങനെ ഇത് ആ അറ്റത്ത് കാണുന്നതാണ് നമ്മളുടെ സൂപ്പർ മാർക്കറ്റല്ല, ഒരു ഗ്രോസറിയാണ്. ഇവിടുത്തെ കുറേ കടികളൊക്കെ റെഡിയായി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചായയുടെ ആൾ എത്തിയിട്ടില്ല. ഇപ്പോൾ വരും. കുറേ കടികൾ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ കടികളും ഇവിടെ ഉണ്ട്. ഞാൻ കടിയിൽ നിന്ന് മേടിക്കാറില്ല. ഞാനൊരു ചായ മാത്രം അങ്ങനെ മേടിച്ചു. നല്ല പതയ്ക്കുന്ന ചായയാണ്, നല്ല ടേസ്റ്റായിട്ട് ഇവിടെ ചായക്ക്. ചായ മേടിച്ച് കഴിയുമ്പോഴേ കടന മുന്നിൽ ഒരുപാട് ആൾക്കാർ ചായക്ക് വേണ്ടി തിരക്കായിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ക്യാമ്പിൻ്റെ പുറത്തേക്കുള്ള വഴി. വണ്ടി ഇപ്പോൾ വരും. അപ്പോഴേക്കും ഞാൻ ചായ ഒന്ന് കുടിച്ചു കേട്ടോ. അടിപൊളി ചായ, സൂപ്പർ ചായ. അങ്ങനെ ഇവിടെ കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. ഇതൊക്കെ അതിരാവിലെ എണീറ്റ് പോകാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ്. 4:59 ആയിട്ടുള്ള കണ്ടില്ലേ. ഇതും നാട്ടിൽ നിന്ന് വന്ന വാച്ചാണ് കേട്ടോ. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ രാത്രി നിർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ക്യാമ്പിൻ്റെ ഇതാണ് ക്യാമ്പിൻ്റെ ഔട്ട് സൈഡ് നോക്കുന്ന വിഷ്വൽ. അപ്പോൾ ഈ വണ്ടികളൊക്കെ നേരമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബസ്സില്ലേ, ആ ബസ് മൊത്തം പേര് ശ്രദ്ധിച്ച് നോക്കിയേ, അബു അൽനാഗ. ഇത് ഇവിടുത്തെ ഭയങ്കര വലിയൊരു ഗ്രൂപ്പാട്ടോ, കൺസ്ട്രക്ഷൻ മേഖല ഗ്രൂപ്പാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബസ്സിൻ്റെ ഡ്രൈവർ. ആൾ പാകിസ്ഥാനിയാണ്. ആൾ ഓരോരുത്തരെ വിളിച്ചുണർത്താണ്. ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ കയറിയിരിക്കും. മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും ബസ്സിൽ ആദ്യം കയറിയിരിക്കുക. പുറത്തൊക്കെ കാണുന്ന ആൾക്കാർ നോക്കിയേ, ശരിക്കും നമ്മുടെ ദുബായ് ആക്കി മാറ്റുന്നത് ഈ കാണുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ കാണുന്ന ആൾക്കാർക്കൊന്നും വലിയ ശമ്പളമൊന്നും ഇല്ല കേട്ടോ. ഒരു തുച്ഛമായ ശമ്പളം. തുച്ഛം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ ഇവിടുത്തെ പൈസ വലിയ പൈസ തന്നെയാണ്. ബീഹാർ, രാജസ്ഥാൻ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും. ബംഗ്ലാദേശ് അവരൊക്കെയാണ് കൂടുതലും ഈ കാണുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങളെ ബസ് ഇവിടെ കിടക്കണ കാരണം വേറെ ബസ്സിന് വരാൻ പറ്റണില്ല. അപ്പുറത്തൊരു ബസ് ഇട്ടിട്ടുണ്ട്. അത് കാരണം ഭയങ്കര ബ്ലോക്കായിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന ബസ് നോക്കി അശോക് ലേലൻ്റെ ബസ്സാണ്. കൂടുതലും ഇവിടെ ബസ്സുകൾ അശോക് ലേലൻ്റെ ബസ്സായിരിക്കും കേട്ടോ. പിന്നെ ടാറ്റയുടെ ബസ്സുകളുണ്ട്. മുൻപന്തിയിൽ നിൽക്കുന്നത് അശോക് ലേലൻ്റെ ബസ്സാണ്. ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബസ് പോണത്. എന്നാലും ഞങ്ങളുടെ ഡ്രൈവർ ബസ് ഇവിടെ നിന്ന് മാറ്റില്ല എന്നുള്ളൊരു വാശിപ്പുറത്ത് തന്നെ അങ്ങനെ ഇട്ടേക്കാണ്. മാറ്റിയാൽ പിന്നെ വേറെ സ്ഥലം കിട്ടില്ല ആൾക്കാർക്ക് ഇറങ്ങാട്ടെ. അതും ഒരു കാര്യമാണ്. ഈ ബസ്സിൻ്റെ പേരുണ്ട് അബു അൽനാഗ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ബസ്സുകളുണ്ട് ഇവർക്ക്. അപ്പോൾ നല്ല ബ്ലോക്കിൽ കൂടെ എടുത്ത് പോണത്. ഈ ടാറ്റയുടെ ഒരു കിടുക്കാച്ചി വണ്ടി വരാൻ നോക്കി എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ വണ്ടി നമ്മുടെ നാട്ടിലില്ല കേട്ടോ. ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബസ്സിലേക്ക് ഞങ്ങളുടെ ജോലിക്കാർ കയറി തുടങ്ങി. ബീഹാർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ബംഗ്ലാദേശ്. മലയാളിയായിട്ട് സത്യം പറയാലോ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും തന്നെ മലയാളികൾ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഇത് കെനിയക്കാരാണ്. കെനിയ, സുഡാൻ, എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ആൾക്കാർ ഇപ്പോൾ ജോലിക്ക് ഇങ്ങോട്ട് വരവ് കുറവാണ്. ചെറിയ ജോലിക്കൊന്നും വരവ് കുറവാണ്. അപ്പോൾ ഞങ്ങളുടെ ബസ് ഇപ്പോൾ എടുക്കൂട്ടോ. നമ്മളുടെ വീഡിയോയിൽ കാണുന്ന ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ദുബായ് ലൈഫല്ല. ഇതാണ് ശരിക്കും ദുബായ് എന്ന് പറയുന്നത്. ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ അതാണ് ശരിക്കും റിയൽ ലൈഫ് ദുബായ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബസ് ഇതേ ഇപ്പോൾ ഇവിടുന്ന് എടുക്കാറായിട്ടുണ്ട്. ഡ്രൈവർക്ക് ആ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം പല ആൾക്കാരും ഓടി കയറുന്ന അവസ്ഥയുണ്ട് ബസ് എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ചിലവരൊക്കെ ലേറ്റായിട്ട് എണീക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ രാവിലെ കുളിക്കുക പോലും ചെയ്യില്ല, എണീറ്റ് നേരം എണീറ്റ്, അതായത് മുഖം പോലും കാണാതെ എണീറ്റ് വരുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പം ബസ് ഇവിടെ നിർത്തൂ. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്താണ് ഒരുപാട് ലേബേഴ്സുകൾ പോണ സമയം. ഈ നേരമാണ് 6 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണമല്ലോ.
അപ്പോൾ ഇതിവിടെ റൗണ്ട് പോട്ടിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇതാ നേരെ കാണുന്നൊക്കെ ലേബർ ക്യാമ്പുകളാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ മാളുകളും ഉള്ള കളർഫുൾ ആയിട്ടുള്ള ദുബായ് അല്ല. ഞാൻ കാണിക്കുന്നത് ശരിയായിട്ടുള്ള റിയൽ ലൈഫ് ദുബായാണ്. അപ്പോൾ അങ്ങനെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനലുള്ളത്. നിങ്ങൾക്ക് മറ്റുള്ള കളർഫുള്ളായിട്ടുള്ള വീഡിയോസ് കാണുന്നത് നിങ്ങൾ ഈ ചാനൽ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ കാണുന്ന വണ്ടികളെല്ലാം ലേബേഴ്സിനെ കൊണ്ടുപോകാനുള്ള വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മറുവശം കൂടി ദുബായിക്കുണ്ട്. പലരും നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് വിസിറ്റിംഗ് വിസയിലൊക്കെ വന്നിട്ട് പല വ്ളോഗർമാരും വ്ളോഗ് ഇടുന്നേ കണ്ടിട്ടുണ്ട്. അവരൊന്നും ഇങ്ങനത്തെ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ഞാൻ ഇത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും കൂടെ ജീവിതമാണല്ലോ ഈ കാണുന്നത്. ആദ്യം ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഏതാനും നിമിഷം സൈറ്റിലെത്തിയാണ് കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം എല്ലാവരും വലിയവരായിട്ട് ഇറങ്ങുന്നു അനുസരണയുള്ള കുട്ടികളെ പോലെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.